ഇന്നത്തെ ഓർഡറേ ഒരിത്തിരി വറുനാരങ്ങച്ചാറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ നാരങ്ങ നല്ലെണ്ണയിൽ വറുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ലോണം വറുത്തിട്ട് ഇതിന് കണ്ടോ അത് നാരങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങണത് നല്ലെണ്ണയിലോട്ട് നാരങ്ങയുടെ ഉള്ളിലത്തെ വെള്ളം മുഴുവൻ ഇറങ്ങും. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കറുത്ത് വരുവേ. എന്നിട്ട് പക്ഷേ നമ്മൾ ഇതിങ്ങനെ തുടക്കണം. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകുമെന്ന് പറഞ്ഞു. നനവില്ലാത്ത നല്ലൊരു വെള്ള തുണി കൊണ്ടാണ് കേട്ടോ ഞാൻ തുടക്കുന്നത്. ഒന്നും പറ്റില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞാനൊരു വേറൊരു വെറൈറ്റി നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇച്ചിരി അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. പൊടികൾ എടുത്തപ്പോൾ ഒരിത്തിരി കാശ്മീരി ചില്ലിക്ക് പകരം ഇത്തിരി എരിവുള്ള മുളക് പൊടിയും കൂടി ഇത്തിരി എടുത്തിട്ടുണ്ട്. നാരങ്ങ വറുത്ത എണ്ണ കളഞ്ഞ് ആ ചട്ടി കഴുകിയിട്ട് ആ ചട്ടി തന്നെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നല്ലെണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 100 ഗ്രാമിൽ മേലെ നല്ലെണ്ണ ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ചൂടായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് വിനാഗിരിയും കൂടി ചേർത്ത സമയത്ത് ഒന്ന് ഗ്യാസ് ഓണാക്കി അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നാരങ്ങയും കൂടി അതിനകത്തോട്ടിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി കേട്ടോ. ആ നാരങ്ങക്ക് നല്ല മണമുണ്ട് കേട്ടോ. വൈകുന്നേരത്തേക്ക് എനിക്കിത് പാക്ക് ചെയ്ത് കൊടുക്കണം. ഇത് കാനഡയിലോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ.